റഹിമഹുല്ലാഹ് അൽ ഹയ്യു അൽ ഖയ്യൂം, അല്ലാഹുവിന്റെ അസ്മാഇകളിൽ ഇസ്മുല്ലാഹിൽ അഅളം, അല്ലാഹുവിന്റെ അഅളമായ ഇസ്മ എന്നറിയപ്പെടുന്ന 2 ഇസ്മുകളാണ് ഇവ. ഇസ്മുല്ലാഹിൽ അഅളം ഇദാ ദുഇയ ബിഹി അജാബ്, അവ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറയപ്പെട്ടിട്ടുള്ളതാണ് ഇസ്മുല്ലാഹിൽ അഅളം. അതിന്റെ പ്രത്യേകത അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് ലഭിക്കുക ഇതാണ് ഇസ്മുല്ലാഹിൽ അഅളം എന്നതാണ്. വല്ലാഹു അഅലം. അൽ ഹയ്യു അൽ ഖയ്യൂം, കാമിലുൽ ഹയാ, ഈ 2 നാമങ്ങളും അള്ളാഹുവിന്റെ ഹയാത്തുമായി ബന്ധപ്പെട്ട, ഹയാത്ത് എന്ന സിഫത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാമങ്ങളാണ്. കാമിലുൽ ഹയാ, ജീവൻ എന്നതിന്റെ സമ്പൂർണത, അതിന്റെ പരിപൂർണത ഉള്ളവൻ. ജീവൻ എന്ന സിഫത്തിന്റെ പരിപൂർണതയുള്ളവൻ, കാമിലുൽ ഹയാ. വൽ ഖായിമു ബിനഫ്സിഹി, ഖയ്യൂമിയ്യത്തിൽ ഖായിമു ബിനഫ്സിഹി, അവൻ സ്വന്തം കാര്യങ്ങൾക്ക്, അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നടപ്പാക്കുന്നവൻ, അവനവൻ തന്നെ മതിയായവനാണ്. മറ്റുള്ളവരുടെ കാര്യം നടപ്പാക്കുന്നതും അവനാണ്. അതാണ് ഖയ്യൂം. അൽ ഖായിമു ബിനഫ്സിഹി അൽ ഖയ്യൂമു ലി അഹ്ലി സ്സമാവാതി വൽ അർദ് എന്നല്ല, ആകാശഭൂമികളിലുള്ള എല്ലാറ്റിനെയും എല്ലാ കാര്യങ്ങളെയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവനും അവനാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ, ഖയ്യൂമിയ്യത്ത് ഒരു കാര്യം നോക്കി നടപ്പാക്കുന്ന, ഉത്തരവാദിത്തം നടപ്പാക്കുന്ന, അതിനാണ് ഖയ്യൂമിയ്യത്ത് എന്ന് പറയാം. അതിൽ നിന്നാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന്മാരാണ് കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഖവ്വാം എന്നുള്ള ഈ ഖയ്യൂമിയ്യ എന്ന അതേ സിഫത്തിൽ നിന്നാണ്, അതേ വാക്കിൽ നിന്നാണ്. അത് വാക്കുകൾ തമ്മിലാണ് യോജിപ്പ്. അത് അവരുടെ പരിധിയിൽ അവരാണ് ആ കാര്യങ്ങൾ നോക്കി നടപ്പിലാക്കുന്നവർ. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖയ്യൂമുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖയ്യൂം, എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഏറ്റെടുത്ത് അതിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവൻ അവൻ മാത്രമാണ്. അൽ ഖായിമു ബിതദ്ബീരിഹിം, അവരുടെ തദ്ബീർ, അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും അവനാണ് ഏറ്റെടുത്തിട്ടുള്ളവൻ, അവനാണ് നിർവഹിക്കുന്നവൻ. വഅർസാഖിഹിം, അവരുടെ റിസ്ക്, അത് നൽകുന്നത് അവനാണ്, റിസ്കിന്റെ കാര്യം നിറവേറ്റുന്നത് അവനാണ്. വജമീഇ അഹ്വാലിഹിം, അവരുടെ എല്ലാ അവസ്ഥകളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഖയ്യൂമാണ്. ഫൽ ഹയ്യു അൽ ജാമിഉ ലിസിഫാത്തിൽ ദാത്ത് വൽ ഖയ്യൂമു അൽ ജാമിഉ ലിസിഫാത്തിൽ അഫ്ആൽ. ഹയ്യും ഖയ്യൂമും തമ്മിലുള്ള വ്യത്യാസം, ഹയ്യ് ദാത്തുമായി ബന്ധപ്പെട്ട സിഫത്തും ഖയ്യൂമ് ഫിഅലുമായി ബന്ധപ്പെട്ട സിഫത്തുമാണ്. ദാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് എന്തൊക്കെ സിഫത്തുണ്ടോ അതൊക്കെ ഹയ്യ് എന്ന സിഫത്തിന്റെ കീഴിൽ വരുന്നതാണ്. എല്ലാ സിഫത്തുകളും, ഹയാത്ത് അതിനോടനുബന്ധമാണ്. ദാത്തിയായി അള്ളാഹുവിനുള്ള എല്ലാ സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ പേരാണ് ഹയ്യ്. അതുകൊണ്ടാണ് ഇസ്മുല്ലാഹിൽ അഅളമാകുന്നത്. ഖയ്യൂം എന്നുള്ളത് അള്ളാഹുവിന്റെ അഫ്ആലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സിഫത്തുണ്ടോ അതൊക്കെ ഖയ്യൂമിയ്യത്ത് എന്ന ഈ ഒരൊറ്റ വാക്കിൽ അത് ഉൾച്ചേരുന്നതാണ്. ഒന്നുകൂടി ഇക്കാര്യം ഷെയ്ഖ് വിശദീകരിക്കുന്ന ഭാഗമാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ഭാഗം. അൽ ഹയ്യുൽ ലദീ ലഹു ജമീഉ മആനിൽ ഹയാത്തിൽ കാമില,
അല്ലദീ ലഹു ജമീഉ മആനിൽ ഹയാത്തിൽ കാമില. ജീവൻ എന്നുള്ളതിന്റെ അത് തന്നെയും അതിന്റെ സമ്പൂർണതയുടെ എല്ലാ മഅനകളും എല്ലാ ആശയങ്ങളും ഒന്നിച്ചുൾക്കൊള്ളുന്ന ഒരൊറ്റ നാമമാണ് അൽ ഹയ്യ്. ജീവൻ, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സിഫത്തുണ്ടോ ആ സിഫത്തുകളൊക്കെ ഹയ്യ് എന്ന സിഫത്തിൽ ഉൾക്കൊള്ളും. ഹയ്യാണ് ആലിം, ഹയ്യാണ് ഖാദിർ, ഹയ്യാണ് ഏതൊക്കെ സിഫത്തുകൾ അള്ളാന്റെ ദാത്തുമായി ബന്ധപ്പെട്ടതുണ്ടോ അവൻ ആലിമാണ്, അലീമാണ്, ഖാദിറാണ്, അതുപോലെ തന്നെ മുദബ്ബിറാണ്. മുദബ്ബിർ എന്നുള്ളത് ഫിഅലുമായി ബന്ധപ്പെട്ടത്, ബസീറാണ്, സമീആണ്. ഇതൊക്കെ ഹയ്യ് എന്ന ഒരൊറ്റ സിഫത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ പറയപ്പെട്ട എല്ലാ നാമങ്ങളും, എല്ലാ സിഫത്തുകളും. ഹയാത്ത് എന്ന ജീവനുള്ളവനെ കേൾക്കുകയുള്ളൂ, ജീവനുള്ളവനെ കാണുള്ളൂ, ജീവനുള്ളവനെ അറിയുന്നുള്ളൂ. അപ്പൊ ജീവൻ എന്നുള്ള ആ ജീവൻ എന്നുള്ളതിൽ എന്തൊക്കെ സിഫത്തുകൾ ദാത്തുമായി, അത് ജീവൻ എന്നുള്ളത് ദാത്തുമായി ബന്ധപ്പെട്ടതാണ്, ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതല്ല, ദാത്തുമായി ബന്ധപ്പെട്ടതാണ്. ദാത്തുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ സിഫത്തുണ്ടോ അതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താ? ഹയ്യാണ്. ഹയ്യായവനെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഫിഅലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സിഫത്തുണ്ടോ അവൻ റാസിഖാണ്, അവൻ മാലിക്, അവൻ പിന്നെ മുദബ്ബിറാണ്. അതുപോലെ തന്നെ എന്തൊക്കെ സിഫത്തുകൾ, റഹീമാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. എന്തൊക്കെ സിഫത്തുകൾ അള്ളാഹുവിന്റെ ഫിഅലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ ഫിഅലുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്മുകളെയും എല്ലാ സിഫത്തുകളെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരൊറ്റ സിഫത്താണ്, ഒറ്റ ഇസ്മാണ് ഖയ്യൂം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുല്ലാഹിൽ അഅളം, അള്ളാഹുവിന്റെ അഅളമായ ഇസ്മാണിത്, ഇതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോ, ഈ ഒരൊറ്റ ഇസ്മ കൊണ്ട് വിളിക്കുമ്പോ അത് ഉൾക്കൊണ്ട് വിളിക്കുന്ന ഒരാൾ ഹയ്യ് എന്ന് വിളിക്കുമ്പോൾ അള്ളാന്റെ ഹയാത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്മുകളും കൊണ്ടാണ് വിളിക്കുന്നത്. ഖയ്യൂം എന്ന അള്ളാഹുവിനെ വിളിക്കുന്ന, അറിഞ്ഞുകൊണ്ടൊരുത്തൻ വിളിക്കുന്ന ഒരുത്തൻ അള്ളാഹുവിന്റെ ഖയ്യൂമിയത്തുമായി ബന്ധപ്പെട്ട അഫ്ആലുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്മുകളെയും എല്ലാ സിഫത്തുകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് വിളിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്മാകൾ എത്ര എണ്ണം വെച്ച് വിളിക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷെ അങ്ങനെ ധാരാളം ഇസ്മുകൾ ഒന്നിച്ചു വിളിക്കുന്നതിന് പകരം അവ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിക്കുന്ന വിളി ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് വിളിക്കപ്പെട്ടാൽ അവൻ ഉത്തരം നൽകും. ഇവിടെ വിശദീകരിക്കുന്ന അല്ലദീ ലഹു ജമീഉ മആനിൽ ഹയാത്തിൽ കാമില. അത് തന്നെയും ഹയാത്ത് എന്നുള്ളത് വെറും ഹയാത്തല്ല. ഹയാത്ത് പറയുന്നിടത്തൊക്കെ ശേഖ് ഇവിടെ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അൽ കാമില, അൽ കാമില, ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. ജീവൻ എന്നുള്ളതിന്റെ സമ്പൂർണത, ഒരു കുറവും അതിന് വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ഉടനെ തന്നെ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഒരു ഉറക്കമോ ഒരു മയക്കം പോലോ അവനെ ബാധിക്കുന്നില്ല. അത് അള്ളാന്റെ ഹയാത്ത് എന്നതിന്റെ കമാല് മനസ്സിലാക്കാനാണ് ഈ ലുദ് പറഞ്ഞത്. ലുദ്ദിന്റെ കമാലാണ് അള്ളാഹു നഫി ചെയ്യുമ്പോൾ അതുകൊണ്ട് സ്ഥിരപ്പെടുത്തുന്നത്. ഉറക്കോ മയക്കോ ബാധിക്കൂല എന്ന് പറഞ്ഞാൽ ഉറക്കോ മയക്കോ ബാധിക്കൂല എന്ന് പറയാനല്ല. ഹയാത്തിന്റെ കമാൽ എത്രയാണ് അവന്റെ ഹയാത്തിന്റെ, അവന്റെ ജീവന്റെ കമാൽ ഒരു ഉറക്കമോ മയക്കമോ പോലും ബാധിക്കാത്തതാണ്. അതുകൊണ്ട് എപ്പോഴും കാമില എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കും. ഏതുപോലെ മിന സമഇ വൽ ബസരി വൽ ഖുദ്റതി വൽ ഇറാദ വഗൈരിഹ, ഹയാത്തിന്റെ കമാലിൽപ്പെട്ടതാണ്. അവന് സംഉള്ളവനാണ്, ബസറുള്ളവനാണ്, ഖുദ്റത്തുള്ളവനാണ്, ഇറാദത്തുള്ളവനാണ്. ഇതുപോലുള്ള വഗൈരിഹ മിന സിഫാത്തി ദാത്തിയ, ദാത്തിയത്തായ എല്ലാ സിഫത്തുകളും ഉൾക്കൊള്ളുന്ന നാമമാണ് ഹയ്യ്. കമാ അന്നൽ ഖയ്യൂം, ഖയ്യൂം എന്നത് തദ്ഖുലു ഫീഹി ജമീഉ സിഫാത്തിൽ അഫ്ആൽ, അഫ്ആലുമായി ബന്ധപ്പെട്ട എല്ലാ സിഫത്തുകളും അള്ളാഹുവിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഗുണഗണങ്ങളും എല്ലാ അസ്മാഉകളും അതിന്റെ കീഴിൽ വരും. ലിഅന്നഹുൽ ഖയ്യൂം, കാരണം അവനാണ് ഖയ്യൂം. അല്ലദീ ഖാമ ബിനഫ്സിഹി വസ്തഗ്ന അൻ ജമീഇ മഖ്ലൂഖാതിഹി, സ്വന്തം കാര്യത്തിന് അവൻ തന്നെ മതിയാകും. പടപ്പുകളിൽ എല്ലാറ്റിൽ നിന്നും അവൻ ധന്യനാണ്. പടപ്പുകളിൽ ഒരാളുടെയും ആവശ്യം ഇല്ലാത്തവനാണ് അവൻ. വഖാമ ബിജമീഇൽ മൗജൂദാത്ത്, ഉള്ളവയായി എന്തൊക്കെയുണ്ടോ അവയുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതും അവനാണ്.
സ്വന്തം അവന്റെ കാര്യങ്ങളെല്ലാം അവൻ മാത്രമാണ്, വേറൊരാൾക്കും അതിലൊരു പങ്കും ഒരു സഹായവുമില്ല. മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നത് ഖയ്യൂമാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ നിറവേറ്റുന്നത് അവൻ മാത്രമാണ്, ഖയ്യൂമാണ് അവൻ. ഫഔജദഹ, ഖയ്യൂമാണ് അവയെ ഉണ്ടാക്കിയവൻ. വഅബ്ഖാഹ, അവയെ നിലനിർത്തുന്നവൻ. വഅമദ്ദഹ ബിജമീഇ മാ തഹ്താജു ഇലൈഹി ഫി വുജൂദിഹ വബഖാഇഹ, അവയെല്ലാം നിലനിൽക്കുന്നതിനും അവ ഉണ്ടാകുന്നതിനും നിലനിൽക്കുന്നതിനും എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നവനും ഖയ്യൂമായ റബ്ബ് മാത്രമാണ്. വമിൻ കമാലി ഹയാത്തിഹി വഖയ്യൂമിയത്തിഹി അന്നഹു ലാ തഅഖുദുഹു സിനത്തുൻ ഐ നുആസുൻ വലാ നൗമുൻ, അവന്റെ ഖയ്യൂമിയ ഹയാത്തിന്റെയും ഖയ്യൂമിയത്തിന്റെയും പൂർണ്ണതയാണ്. ഹയ്യും ഖയ്യൂമുമായവൻ ഒരിക്കലും ഉറങ്ങാനോ മയങ്ങാനോ പാടില്ല. അവൻ ഉറങ്ങിപ്പോയാൽ പിന്നെ ആരാണ് ഹയ്യ്? അവൻ ഉറങ്ങിപ്പോയാൽ പിന്നെ മറ്റു പടപ്പുകളുടെ കാര്യങ്ങൾ ആരാ നിയന്ത്രിക്കാനുള്ളത്? അതുകൊണ്ടാണ് ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്നത് അതിന്റെ കൂടെ നഫിയായി പറഞ്ഞത്. ഹയ്യ ഖയ്യൂം എന്നുള്ളതിന് നിങ്ങളൊരു പരിഭാഷ എടുത്തിട്ടൊന്ന് നോക്കി. എന്നെന്നും ജീവിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇതിലെന്താ കിട്ടിയത്? എന്നെന്നും ജീവിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇസ്മുല്ലാഹിൽ അഅളം എന്നുള്ളത് വെച്ചിട്ട് നിങ്ങളൊന്ന് മലയാളം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്താ ഇത് കിട്ടാനുള്ളത്? ഒന്നും ഉണ്ടാവില്ല. എന്നെന്നും ജീവിക്കുന്നവനല്ല, ജീവൻ എന്നുള്ളതിന്റെ കമാലുള്ളവനാണ്. എന്ന് മാത്രമല്ല, മറ്റൊരാളുടെയും ആവശ്യം, ജീവൻ എന്നുള്ളതിൽ എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവൻ എന്നുള്ളതിന് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ സിഫത്തുകളുണ്ടോ ആ സിഫത്തുകളെല്ലാം ഒന്നിച്ചു ചേരുന്ന ജാമിഅ ഇസ്മാണ്. ഖയ്യൂമിയത്തോ എല്ലാം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമല്ല, ആദ്യം അവന്റെ കാര്യത്തിന് അവൻ തന്നെ മതി, വേറൊരാളും ആവശ്യമില്ല. അവനാണ് ഖയ്യൂം. വേറൊരാളെ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലായി പോകുന്നവൻ ഖയ്യൂമാവില്ല. വേറൊരാളുടെ സഹായം ആവശ്യമുള്ളവൻ ഖയ്യൂമാവില്ല. എന്ന് മാത്രമല്ല, ഖയ്യൂമിയത്തിൽപ്പെട്ടതാണ് അഫ്ആലുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സിഫത്തുകളും. അതുകൊണ്ടാണ് ബിസ്മുല്ലാഹിൽ അഅളം ആകുന്നത്. അല്ലാഹ് അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ, അതുകൊണ്ട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മഅന വളരെ ചുരുക്കിയാണ് ഇപ്പൊ ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ചത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹി പോലുള്ളവർ ഇത്തരം ഇസ്മുകൾ വിശദീകരിക്കുമ്പോൾ ധാരാളം അവയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു ബ്രീഫാണ് സഅദി റഹ്മഹുല്ലാ ഇവിടെ പറഞ്ഞത്. ഏറ്റവും ചുരുക്കത്തിൽ അതിൽ മനസ്സിലാക്കാനുള്ളത്, ഹയ്യ് എന്നത് ഹയാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഹയാത്ത് എന്ന സിഫത്ത്, ഹയാത്തിന്റെ കമാൽ. ഏത് സിഫത്ത് അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോഴും അതതിന്റെ കമാലിലാണ്, ഏറ്റവും പൂർണ്ണതയിൽ. ജീവൻ എന്നുള്ളതിന്റെ ഏറ്റവും പൂർണ്ണത അത് ഹയ്യായ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹയാത്തുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ സിഫത്തുണ്ടോ, ഹയാത്തുള്ളവൻ ഉണ്ടാകുന്ന എന്തൊക്കെ അള്ളാഹ്ക്ക് പറഞ്ഞിട്ടുണ്ടോ, ആ ഇസ്മുകളും സിഫത്തുകളും എല്ലാം ഹയ്യ എന്ന ഈ ഒറ്റ സിഫത്തിന്റെ കീഴിൽ വരുന്നതാണ്. സമഅ്, ബസർ, ഖുദ്റത്ത്, ഇറാദത്ത്, മശീഅത്ത് തുടങ്ങിയിട്ട് എന്തൊക്കെ ഉണ്ട് അതൊക്കെ. ഖയ്യൂം എന്നുള്ളത് ഖാമ ബിനഫ്സിഹി വഖാമ ബിജമീഇ ഹവായിജിൽ മൗജൂദാത്ത്, അവന്റെ കാര്യങ്ങൾക്ക് അവൻ മതിയായവനാണ്, മറ്റൊരാളുടെയും ആവശ്യമില്ല. മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും നടപ്പിലാക്കുകയും നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത് ഖയ്യൂമായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് ആ ഖയ്യൂമിയത്തിൽപ്പെട്ടതാണ് അള്ളാന്റെ അഫ്ആലുകളിൽ എല്ലാം തന്നെ ആ തദ്ബീറിന്റെ കീഴിൽ വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഹയ്യു അൽ ഖയ്യൂം.